ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്സ് എക്സസൈസിനെ കുറിച്ചുള്ള മുഴുവൻ സംശയങ്ങളും മാറി കിട്ടും. പ്രധാനമായിട്ടും വയറിൻ്റെയും മസിൽ അല്ലെങ്കിൽ സിക്സ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോർ റീജിയനിലെ ഒരു മസിൽ മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളുടെ ഈ കോർ റീജിയനിൽ വേറെ മസിലുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സിക്സ് പാക്ക് മസിൽ അല്ലെങ്കിൽ റെക്ടസ് അബ്ഡോമിനസിനെ കുറിച്ച് മാത്രമാണ്. എല്ലാവർക്കും എസ്പെഷ്യലി ബിഗിനേഴ്സിനോട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ റെക്ടസ് അബ്ഡോമിനസ് എന്ന മസിലിന്റെ പേര് പറയുന്നില്ല, ഞാൻ സിക്സ് പാക്ക് മസിൽ എന്നായിരിക്കും പറയുന്നത്. അതും പറഞ്ഞ് ആരും കമന്റ് ചെയ്യാൻ വരണ്ട. സോ ഈ സിക്സ് പാക്ക് മസിൽസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താ അറിയോ, നമ്മുടെ ഈ അപ്പർ ബോഡി ഉണ്ടല്ലോ ഇത് ഇങ്ങനെ വളയ്ക്കുക, അതിനെ ട്രങ്ക് ഫ്ലെക്ഷൻ എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ക്രഞ്ചസും റിവേഴ്സ് ക്രഞ്ചസും ഈ മെഷീൻ ക്രഞ്ചസും കേബിൾ ക്രഞ്ചസും ഈ ലെഗ് റൈസ് മൂവ്മെന്റ്സും എല്ലാം മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളുടെ സിക്സ് പാക്ക് മസിലിന് തന്നെയാണ്. ആളുകൾ സിക്സ് പാക്ക് മസിൽസിനെ ലോവർ അബ്ഡോമിനിൽ നിന്നും അപ്പർ അബ്ഡോമിനിൽ നിന്നും വിളിക്കുമെങ്കിലും ഇത് ഒറ്റ മസിലാണ്. സോ ഈ സിക്സ് പാക്ക് മസിൽസിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് നോർമൽ ആളുകൾക്കാണെങ്കിൽ ക്രഞ്ചസ് ചെയ്യാം, അല്ല നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വെയിറ്റഡ് ക്രഞ്ചസ് ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലോറിൽ കിടന്ന് റിവേഴ്സ് ക്രഞ്ചസ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് മാറണമെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഞ്ചിന്റെ ഹൈറ്റ് കുറച്ച് കിളത്തി വെച്ചതിന് ശേഷം റിവേഴ്സ് ക്രഞ്ചസ് ചെയ്യാവുന്നതാണ്. ഈ ഹാങ്ങിങ് ലെഗ് റൈസും അതുപോലെ വെയിറ്റഡ് ലെഗ് റൈസും ഒക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്, അല്ലാതെ ബിഗിനേഴ്സിനുള്ളതല്ല. മറ്റെല്ലാ മസിൽസിനെ പോലെ നമ്മുടെ സിക്സ് പാക്ക് മസിൽസിന് മിനിമം 48 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് വേണം. അതുകൊണ്ട് ആഴ്ചയിൽ 2-3 ദിവസം മാത്രം നിങ്ങൾ വയറിന് വേണ്ടി ചെയ്യുക. 2 to 3 എക്സസൈസ് വേരിയേഷൻ ഈസ് ഇനഫ് ഫോർ സിക്സ് പാക്ക് മസിൽസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക.